വന്ദേ ഗുരു പരമ്പര. ബഹുമാനപ്പെട്ട ഗവർണർ, എൻ്റെ നാട്ടുകാരനുമായി ഞാൻ എന്നും അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു വ്യക്തിത്വമാണ്, വർഷങ്ങളായിട്ട് അറിയണത്. ഗവർണറായി യാത്ര അയച്ചതിന് ശേഷം ഇന്നാണ് ഞങ്ങൾ കാണുന്നത്. ആ യാത്ര അയപ്പിന് ഞാനും പോയിരുന്നു. അതുപോലെ ഇവിടെ എത്തിപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, ഈ പുസ്തകം രചിച്ച സുരേഷ് ജോഗിജി, ഇന്ത്യൻ ബുക്സിൻ്റെ MD സുധാകരൻജി, എന്നെ ഇതുപോലൊരു പുസ്തകം വാങ്ങാൻ വേണ്ടിയിട്ട്, സ്വീകരിക്കാൻ വേണ്ടി എന്നെ തിരഞ്ഞെടുത്തത്, ഞാൻ എങ്ങനെ നന്ദി പറഞ്ഞാലും എനിക്കത് തീരൂല എൻ്റെ വാക്കുകളിലൂടെ. കാരണം ദേവഭൂമിയിലൂടെ സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. അതിൻ്റെ ആത്മനിർവൃതി കൊണ്ട് അനുഭവിച്ച് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും ഞാൻ തീർത്തത് എൻ്റെ ഭാരതത്തിലൂടെ നടന്നാണ്. കാരണം എയർലൈൻ, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ എയർലൈൻ ഇൻഡസ്ട്രിയിൽ 24 കൊല്ലം ജോലി ചെയ്തപ്പോൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളും കണ്ടു. പക്ഷെ അന്നൊക്കെ എൻ്റെ ഉമ്മച്ചി എന്നോട് ചോദിക്കുകയായിരുന്നു, നീ എന്താ ഭാരതത്തിൽ ഒരു സ്ഥലത്തും പോവാത്ത? ഞാൻ പറയും, ഇത് എനിക്ക് കിട്ടുന്ന ഫ്രീ ടിക്കറ്റ് ഉണ്ടാകുമ്പോൾ കൊല്ലത്തിൽ 2-3 യാത്രകൾ, ഭാരതമാണ് നീ കാണേണ്ടത് പറയും. ഒരു കുട്ടിക്കാലം തൊട്ടേ ഞങ്ങൾക്ക് അങ്ങനെ ഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ വീട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പറയാം, അതിന് സമയമാകുമ്പോൾ പോകും. അതിനെ എല്ലാം കഴിഞ്ഞ് 2011 തൊട്ടാണ് ഞാൻ ഈ യാത്രകൾ തുടങ്ങിയത്, ദൂരത്തേക്കുള്ള. പണ്ടേ അമ്പലങ്ങളിലൊക്കെ പോകും, പക്ഷേ എനിക്ക് എന്നും പറയാനില്ല. അപ്പോൾ സാറ് നിർത്തിയെടുത്തുനിന്ന് ഞാൻ തുടങ്ങാം. കാരണം ഭാരതം ഇന്ന് അത്യുന്നതങ്ങളിൽ എത്തിച്ച് ലോകത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ ഭാരതം പിടിച്ചത് ഒന്നുകൊണ്ടല്ല. കാരണം കാലം, പ്രകൃതി, അതിൻ്റെ സത്യം, ഭാരതത്തിൻ്റെ മഹാത്മ്യം എന്ന് പറഞ്ഞാൽ തീരാത്ത, എത്ര ആര് പ്രസംഗിച്ചാലും എത്ര നമ്മൾ പറഞ്ഞാലും പുസ്തകങ്ങൾ എഴുതിയാലും ഒന്നും തീരൂല. അപ്പോൾ യോഗിക്കൊക്കെ അറിയാം, പറഞ്ഞിരിക്കും. ഭാരതം എന്ന വാക്ക്, എന്നാൽ പ്രകാശം, രഥം, രമിക്കുന്ന പ്രകാശം രമിക്കുന്ന രാജ്യത്തിനെയാണ് ഭാരതം എന്ന് വിളിച്ചത്. അല്ലെങ്കിൽ ഭഗവാൻ രമിക്കുന്ന രാഷ്ട്രം, അതാണ് ഭാരതം. എന്താണ് പ്രകാശം? ജ്ഞാനത്താൽ പ്രകാശിക്കുന്ന ഒരു രാഷ്ട്രത്തിനെയാണ് നമ്മൾക്കുള്ളത്. അത് ഈ ഭാരതമായിരുന്നില്ല, നമ്മൾ പഠിച്ച ചരിത്രമായിരുന്നില്ല ഭാരതം എന്നുള്ളത്. വളരെ വൈകിയാണ് നമ്മളൊക്കെ ഈ 65-75 കൊല്ലം കൊണ്ട് മനസ്സിലാക്കിയെന്നുള്ള ഒരു സങ്കടം ഈ ഇന്ത്യയിൽ ഒട്ടുക്കും സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഇപ്പോൾ ഏറ്റവും ഉദാഹരണം പറയാൻ പറ്റുന്ന, ഇപ്പോൾ രാമജന്മഭൂമി, രാംലല്ല പ്രാണപ്രതിഷ്ഠയ്ക്ക് ആദ്യത്തെ ഒരു 5000 വ്യക്തികളിൽ ഒരാളായിട്ട് പങ്കെടുക്കാൻ പറ്റിയൊരു വ്യക്തിയാണ് ഞാൻ. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ ഇപ്പോൾ എല്ലാവരും ചോദിച്ചാലും പറയുന്ന ഒരു കാര്യം. ആ ദിവസം അവിടെ ഉണ്ടായി, അവിടെ ദർശനം നടത്താൻ പറ്റി എന്നുള്ള. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത്രയും ഭംഗിയായി. അതിൻ്റെ ഒരു 4 ദിവസം മുമ്പ് ഞാൻ അവിടെ എത്തി. അപ്പോൾ ആ ഒരു രാജ്യം 500 വർഷമായിട്ട് ഞാൻ പല വീടുകളിലും കയറി നോക്കി. കാരണം ഇതെല്ലാം പ്രോട്ടോക്കോൾ ഉള്ളതുകൊണ്ട് രാംലല്ല എത്താനും ആ സ്ട്രീറ്റ് കാണാനും ഒക്കെ ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗല്ലി കൂടെ ഒക്കെ പോകുമ്പോൾ പല വീടുകളിലും ആൾക്കാർ മോദിജി അനുഷ്ഠിച്ച പോലെ വ്രതം എടുത്തിട്ട് ഇതിനു വേണ്ടി കാത്തിരിക്കണം. പിന്നെ അഗാഡ പരിഷത്തിൻ്റെ ക്ഷണം പ്രകാരമാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ അവിടുത്തെ മഹാരാജനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സന്യാസിമാരെ കണ്ടു. ഹനുമാൻ ഗഡിന് മുമ്പിലെത്തുക. അപ്പോൾ ഇവരൊക്കെ എന്താ അറിയോ, ഇവരെ പരമ്പരമായിട്ട് ഇന്നോ ഇന്നലെയോ BJP വന്നിട്ടോ നരേന്ദ്രമോദി വന്നിട്ടോ ഒരു RSSകാരൻ്റെയോ കാര്യമല്ല. ഈ ഭാരതത്തിൻ്റെ രാജ്യത്തിൻ്റെ ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണെന്നുള്ളത് അന്ന് അയോധ്യ കണ്ട ആർക്കും മനസ്സിലാവും. കാരണം അയോധ്യയിൽ ആ ജനങ്ങൾ നോമ്പ് അനുഷ്ഠിച്ച് 35 വർഷമായിട്ട് ഭക്ഷണം കഴിക്കാതെ വെറും പഴങ്ങളും ജ്യൂസും മാത്രം ഭക്ഷിച്ച സന്യാസിമാർ വരെ അവിടെ കണ്ടു. അപ്പോൾ ഇവരെല്ലാം വന്നിരിക്കണം എന്തിനാണ്? നാളെ രാംലല്ല ഇത്ര സമയത്ത് തുറക്കുമ്പോൾ ആ ഒരു ഫസ്റ്റ് തന്നെ രാമനെ കാണുക. ഈ രാജ്യത്ത് രാമൻ 14 വർഷം കാട്ടിൽ പോയ സമയത്ത് ദരിദ്രത്തിലായി പോയ രാജ്യം പോലെ തന്നെയാണ് അയോധ്യ ഉണ്ടായിരുന്നത്. അയോധ്യയിൽ രാമൻ വന്നാൽ മാത്രമേ ഈ രാജ്യം ഭാരതം തന്നെ ഇങ്ങനെ നിലനിൽക്കുള്ളൂ. അതിൻ്റെ എല്ലാ മഹാത്മ്യവും വന്നു ചേരുന്നു വിശ്വസിക്കേണ്ട ഒരു പടി ജനങ്ങൾ. നമ്മൾ കാണുന്ന ഈ കേരളമോ ഈ സൗത്ത് ഇന്ത്യ എല്ലാം ഭാരതം എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യ, ഞാൻ താമസിക്കുന്നത് 5 കൊല്ലമായിട്ട് ഡൽഹിയിലാണ് കൂടുതൽ. അപ്പം ഞാൻ നടക്കുന്നത് ഇപ്പോൾ കൽക്കി മാതാ ടെമ്പിൾ, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഔറംഗസീബിൻ്റെ കാലത്ത് 12 തവണ ആക്രമിച്ചപ്പെട്ട ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഉൾഭാഗത്ത് മാത്രം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
ആ സ്ഥലം മാത്രമേ ഉള്ളൂ. മുഗൾ രാജാക്കന്മാരെ പറയുമ്പോൾ എന്നോട് പറയും ഞാൻ മുസ്ലിം വിരോധിയാണ്. അല്ല, ഞാൻ പഠിച്ച ഖുർആൻ വെച്ചിട്ട് അൽ ബഖറ എന്ന് പറഞ്ഞ 2ാമത്തെ സൂറത്തുണ്ട്, ഖുർആനിലെ ഏറ്റവും വിശേഷപ്പെട്ട സൂറത്താണ്. അതിൽ 4ാമത്തെ ആയത്തിൽ പറയുന്നത് എന്താ അറിയോ? ഈ ഗ്രന്ഥം നിനക്ക് ഞാൻ ഇറക്കി തന്നതിന് ഇതിന് മുമ്പ് വന്ന ഗ്രന്ഥങ്ങളെ, വേദങ്ങളെയും പ്രവാചകന്മാരെയും വിശ്വസിച്ചുകൊണ്ട് വേണം നീ ഇസ്ലാം സ്വീകരിക്കാൻ. അതാണ് എൻ്റെ ഭാരതവും എൻ്റെതും, എൻ്റെ നേഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ നേഷൻ്റെ പ്രാധാന്യം നമുക്ക് സഞ്ചരിച്ച് തന്നെ കണ്ടെത്തേണ്ട ഒരു സംഗതികളാണ്. അത് കാരണം ദേവലോകം എന്ന് പറയുമ്പോൾ കന്യാകുമാരി തൊട്ട് അങ്ങ് നേപ്പാളിലെത്തുന്ന കൈലാസത്തിൽ വരെ ഉള്ള ഓരോ സ്ഥലങ്ങളിലും, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ ശക്തി, നമ്മൾ ഓരോ ഉജ്ജയിനിലെത്തുമ്പോൾ, ഈ മഹാശിവരാത്രിയിൽ ഞാൻ ഉജ്ജയിനിലുണ്ടായത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവമാണ്. അതിപ്പോൾ ഞാൻ പറയും, ഞാൻ നിസ്കരിച്ചിട്ട് തന്നെയാണ് അങ്ങോട്ട് ഖുർആൻ ഓതിയിട്ട് തന്നെയാണ് ഞാൻ ആ സ്ഥലത്ത് രാത്രി പോയി ഇരുന്നത്. പോകുമ്പോൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്ത് നുസ്രത് ജഹാൻ എന്ന് പറഞ്ഞിട്ട് തന്നെ പോയി. ഒരു മുസ്ലിമായിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ള ആ ഒരു സന്തോഷമാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ഈവൻ ബനാറസിലെത്തുമ്പോൾ, ബനാറസ് കാശി വിശ്വനാഥിലെത്തുമ്പോൾ അവിടെ ഭയങ്കര അലിഗേഷൻ നടക്കുക, അറിയാലോ. പിന്നെ മസ്ജിദിൻ്റെ, ഗാൻവാപ്പി മസ്ജിദിൻ്റെ അതിൻ്റെ തൊട്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ പൂജാരി നേരിട്ട് വന്ന് കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ അപ്പോഴും അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. അപ്പം നമ്മളെല്ലാം ഈ ലോകത്തെല്ലാം മറന്നു പോകും, ഒന്നിനെ പറ്റിയും ആലോചിക്കാൻ പറ്റില്ല. സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചൈതന്യം, അനുഭവിക്കുന്ന ഒരു ശക്തി, ഒരു കോൺഫിഡൻസ്, സന്തോഷം, ഇതൊന്നും നമ്മൾ യാത്ര തന്നെ ചെയ്യണം. ഓരോ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യത്തെ യാത്രക്കാരനായി. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ യാത്ര ചെയ്തിട്ടില്ല എന്നുള്ള പോലെ വേണം യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ എയർലൈൻ ഇൻഡസ്ട്രിയിൽ പറയുക. കാരണം എയർലൈനിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കാതെ പ്രിപ്പയർ ചെയ്യാതെ ആ സ്ഥലത്ത് പോയാൽ നമ്മൾക്ക് തെറ്റ് പറ്റരുത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ ABCD ചെല്ലണ പോലെ, അക്ഷരം പഠിക്കണ പോലെ ആദ്യം യാത്ര ചെയ്യുന്ന ആളായിട്ടാണ്. 100 തവണ യാത്ര ചെയ്താലും യാത്ര നിങ്ങൾ ചെയ്യാം. അപ്പോഴാണ് അവിടെ എത്തുമ്പോൾ കാണുന്ന ശക്തി, ഈ ലോകത്തെ എവിടെയില്ലാത്ത ശക്തികൾ. കൈലാസത്തിലെത്തുമ്പോൾ കാശി വിശ്വനാഥ്, തീയും വെള്ളവും, ജീവിതത്തിൻ്റെയും ഭൗതിക ലോകത്തിൻ്റെയും ആത്മീയ ലോകത്തിൻ്റെയും 2 പാലങ്ങളാണ് പറയും. പിന്നെ ഗംഗാ നദീ തീരത്ത് യോഗ അനുഷ്ഠിച്ച ആചാര്യൻ്റെ ഈ ഒരു സംഘടന, ശിവാനന്ദ യോഗ പീഠത്തിൻ്റെ അണ്ടറിൽ തന്നെ ഇതുപോലൊരു ബുക്ക്, ഒരു ആത്മീയ പുസ്തകം ഈ ലോകത്തിന് ഇതൊരു ഡിക്ഷണറി ആവാൻ ഞാൻ വായിച്ചിട്ടില്ല. എനിക്കറിയാം അത് തീർച്ചയായിട്ടും. സുരേഷ് യോഗിജി എന്നോട് പലതവണ സംസാരിച്ചപ്പോൾ വെറും യാത്രകളെ പറ്റിയും സ്പിരിച്വാലിറ്റിയെ പറ്റിയും, കാരണം എന്നെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ കാണുന്നത്. അപ്പോൾ പല സംഗതികളും നമ്മളൊന്നും ആലോചിച്ചിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ. ഇപ്പോൾ പാണ്ഡവർ കുരുക്ഷേത്രയിൽ പോയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് എത്ര ആൾക്ക് കുരുക്ഷേത്രം അറിയാം? എപ്പോഴും ഭഗവത്ഗീതേനെയും കൃഷ്ണനെയും അർജുനനെയും എപ്പോഴും അപമാനിക്കുന്ന ഒരു കേരളത്തിൽ നിന്ന് നമ്മൾ എത്ര ആൾക്കാർ കുരുക്ഷേത്ര ഭൂമി കണ്ടിട്ടുണ്ട്? നിങ്ങൾ ആലോചിക്കണം. എപ്പോഴും പോകണം കുരുക്ഷേത്രയിൽ. ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഗീത ഉപദേശം കൊടുക്കുന്ന ആ സ്ഥലം ഒക്കെ ഇന്നും അങ്ങനെ ഉണ്ട്. എത്രയോ ഏക്കർ ഭൂമി, എൻ്റെ ഡ്രൈവറും ഞാനോ പോയേ, എത്രയോ ഏക്കർ ഭൂമി ഇപ്പോൾ അടുത്ത കാലത്ത് വരെ അങ്ങനെ ആ യുദ്ധഭൂമി. 42 ലക്ഷം ആൾക്കാരും 12 ലക്ഷത്തോളം ആനപ്പടകളും കുതിരകളും ഒക്കെ അവിടെ മൺമറിഞ്ഞ് ആ യുദ്ധത്തിൽ മരിച്ചു എന്നുള്ള. അപ്പോൾ ഈ ഭൂമി അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നു ഇത്രയും കാലം. അപ്പോൾ ഇപ്പോഴാണ് അവിടെ പൈലിംഗ് നടത്തിയിട്ട് ഭൂമി കുഴിച്ചു നോക്കുമ്പോൾ 10 അടിയിലെത്തുമ്പോൾ റെഡ് സോയിലാണ് കാണുന്നത് കുരുക്ഷേത്ര ഭൂമിയിൽ. വൈ ഇസ് ഇറ്റ്? അത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ മനുഷ്യർ അന്ന് ആരും അവിടെ ഇത്രയും ആൾക്കാർ മരിച്ചു വീണപ്പോൾ അത് അതിൻ്റെ മേലെ വന്ന് അടഞ്ഞ് ആ ഒരു മണ്ണിൻ്റെ അടിയിലായി പോയ ഒരു ചരിത്രം വർഷങ്ങൾക്ക് മുമ്പേ. ഇതൊക്കെ പറഞ്ഞാൽ മിത്താണെന്ന് പറയും, മിത്താണ് പറയുക, അല്ലെ മുസ്ലിം എന്ന് പുറത്തു പോകണം പറയും. പ്രാക്ടീസിങ് മുസ്ലിമാണ് ഞാൻ. പക്ഷെ എൻ്റെ രാജ്യത്തിൻ്റെ, നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭാരതം എന്ന നമ്മുടെ രാഷ്ട്രം ലോകത്തിൽ എവിടെയും നമുക്ക് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ, ഈ പുസ്തകത്തിൽ എഴുതി എന്ന് പറഞ്ഞ പോലെ, ലോകത്തിൽ എവിടെയും നമ്മളെ രാഷ്ട്രം പോലത്തെ ഒരു രാഷ്ട്രമില്ല. എത്ര കൾച്ചർ. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഡാൻസ്, കഥക്, എൻ്റെ ഗുരു തന്നെയാണ് എന്നെ കഥക് പഠിപ്പിച്ച മാഷിൻ്റെ ഡാൻസ് കാണാൻ പറ്റിയെന്ന് ഒരു വലിയ ഭാഗ്യമായി സാറ് പോയി തോന്നുന്നു. അപ്പോൾ എത്ര കൾച്ചേഴ്സ്, എത്ര കളർഫുള്ള്. എന്തു പറയും? ഇപ്പോൾ ദുബായിൽ ക്ഷേത്രം വന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു അറബി എന്നോട്, കാര്യമായ ഒരു അറബി എന്നോട് പറഞ്ഞു, see, Indian culture is very colorful and beautiful. We can see in the morning and evening beautiful, colorful ladies going with men, going with a dhoti, flowers, light, everything to that. That gives the energy to the
ലാൻഡ്. അപ്പോൾ അവരിപ്പോൾ അവിടെ ആലോചിക്കണം എന്താ അറിയോ, ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ഈവൺ ഈ ദർഗയാണെങ്കിൽ പോലും, ഞാൻ ദർഗകളും ഒരു സൂഫിസത്തിൻ്റെ മോഡലിൽ യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് അതെല്ലാം ഒരു സ്ട്രെങ്ത് ഉള്ള സ്ഥലത്താണ്. ഇപ്പം നമ്മൾ 12 ജ്യോതിർലിംഗത്തിൻ്റെ ഏത് ആർക്കിടെക്ട് ഉണ്ടായിട്ടാണ് ഭാരതത്തിൽ അങ്ങനെ ഒരു ജ്യോതിർലിംഗം ഇത്ര കറക്റ്റായിട്ട് ഇന്ന് ഏതെങ്കിലും ഒരു എഞ്ചിനീയർക്ക് നമുക്ക് ചെയ്തു തരാൻ പറ്റുമോ? അതാണ് ഭഗവാൻ രമിക്കുന്ന ഭൂമി പറയുന്ന ഭാരതം പറയുന്നത്. ഒരിക്കലും അതിനെ നമുക്ക് ആര് തകർത്താലും 1500 വർഷത്തോളം ഇംഗ്ലീഷുകാരും മറ്റൊരു പോർച്ചുഗീസ് എല്ലാം വന്ന് തീർന്നിട്ടും ഭാരതത്തിൻ്റെ സംസ്കാരം ഇത്ര കളർഫുൾ ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുക. യോഗയാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും അതിലെ ഓരോ വാക്കുകളും ജീവിത രീതിയാണ്. എല്ലാ ഗ്രന്ഥങ്ങളും ഉണ്ട്. എൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്ന നമ്മൾ വായിക്കുമ്പോൾ ആ ഗ്രന്ഥങ്ങളിൽ പിന്നെ പറയാത്ത കാര്യങ്ങൾ, കാരണം അതിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൽ നമ്മൾക്ക് കാര്യങ്ങൾ. പക്ഷേ ഭഗവത്ഗീതയിൽ എന്താണ്, ഒരു മനുഷ്യന് ഒരു ദിവസം എടുത്ത് ഇങ്ങനെ ഒരു പേജ് തുറന്നാൽ മതി, എന്ത് പ്രയാസം. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയണം, ഞാൻ എങ്ങനെ എൻ്റെ കുടുംബക്കാരൻ, എൻ്റെ മുത്തച്ഛനോട്, എൻ്റെ ഗുരുവിനോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും, എനിക്ക് പറ്റൂല എന്ന് പറയും. അപ്പോൾ ധർമ്മം ജയിക്കണം. ധർമ്മത്തിൻ്റെ വേണ്ടിയിട്ട് നീ ഇവിടെ ജനിച്ചത് ഇതിനാ, നീ ചെയ്തില്ല അത് വേറെ ആരും ചെയ്യും, യു വിൽ ബി എ സ്റ്റുപ്പിഡ്. അപ്പം നമ്മൾ എപ്പോഴും എന്താണ് നമ്മുടെ ആ ഒരു ധർമ്മം കാക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യവും ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലെ പെരുമാറേണ്ടതെന്ന് കാണിക്കുന്ന ഒരു രാഷ്ട്രം വേറെ എവിടെയില്ല. ഇതുപോലത്തെ ഒരു വേദങ്ങളും ഇല്ല. കാരണം ആയിരക്കണക്കിന് ഉപനിഷത്തുകളും 4 വേദങ്ങളും തന്നെ തന്ന ഭാരതത്തിന് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ അബ്രഹാമിക് റിലീജിയൻ എന്നുള്ള അതിലുള്ളത് തന്നെ ഇതിലുള്ളൂ എന്ന് ഞാൻ പറയുമ്പോൾ എന്നോട് പല സമയത്തും പലരും എതിർക്കാറുണ്ട്. പക്ഷെ ഞാൻ അത് നോക്കാറില്ല. കാരണം ഞാൻ അത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കാണും ആ പറഞ്ഞതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ദേവഭൂമിയിലൂടെ എന്നുള്ള പുസ്തകം നാളെ എല്ലാവർക്കും ഒരു യാത്രാ ഗൈഡായി പോവാത്ത സ്ഥലങ്ങൾ സന്ദർശിക്കുക, ആ ആത്മനിർവൃതി നേടുക. ദേവലോകത്ത് എത്തുന്ന അതേ പ്രീതി തന്നെയാണ് നമ്മൾ ദൈവം എന്നുള്ള മനസ്സിൽ വരുന്ന ആ ശക്തിനെ ആവാഹിച്ചെടുക്കാൻ പറ്റും ഒരു സ്ഥലത്തെത്തുമ്പോൾ. ഇവിടെ ഇരിക്കണ പോലെ ആയിരിക്കില്ല അങ്ങനെ. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു യോഗിജി.